ഹായ്, മലയാള സിനിമയിലെ വലിയ താരങ്ങൾ എത്ര രൂപയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പഴയ സിനിമാ വാരികയിൽ വന്ന ഒരു കണക്ക് വലിയ ചർച്ചയാവുന്നുണ്ട്. അതായത് 90കളിൽ മലയാളത്തിലെ ഓരോ താരങ്ങളും വാങ്ങിയ പ്രതിഫലം എത്രയാണ്? അത് ചുമ്മാ അവർ ഉണ്ടാക്കി എഴുതിയ കഥയല്ല, പ്രൊഡ്യൂസർമാർ പറഞ്ഞ കണക്കാണ് അവർ അന്ന് പ്രസിദ്ധീകരിച്ചത്, സിനിമാ വാരിക പ്രസിദ്ധീകരിച്ചത്. അതുപോലെ വെള്ളി നക്ഷത്രം എന്ന വാരികയിൽ 2000-ൽ ഇങ്ങനെ ഒരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ താരങ്ങളും എത്രയായിരുന്നു ആ സമയത്ത് പ്രതിഫലമായി വാങ്ങിച്ചിരുന്നത് എന്നുള്ളൊരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രൊഡ്യൂസർമാർ കൊടുത്ത കണക്കുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിലെ താരങ്ങൾ എത്രയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നും നമുക്ക് നോക്കാം. മലയാളത്തിലെ താരങ്ങളുടെ പ്രതിഫലം മറ്റു ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ പ്രതിഫലത്തെക്കാളും ഒരുപാട് താഴെയാണ്. ഇപ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇവിടെയെല്ലാം വലിയ പ്രതിഫലമാണ് അവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ മാർക്കറ്റ് വളരെ വലുതാണ്. മലയാളം ഇൻഡസ്ട്രി അത്രയ്ക്കും വലിയ മാർക്കറ്റ് അല്ല എന്നുള്ളതും എടുത്തു പറയുന്നു. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് യാഷും അതുപോലെ ഋഷഭ് ഷെട്ടിയും വമ്പൻ പ്രതിഫലം വാങ്ങുന്നുണ്ട്. ബാക്കി ആരും തന്നെ മലയാളത്തിലെ വമ്പൻ താരങ്ങളുടെ പ്രതിഫലം വാങ്ങുന്നില്ല എന്നും എടുത്തു പറയുന്നു. ഇപ്പോൾ 90 കാലഘട്ടത്തിൽ ഒരു സിനിമാ വാരികയിൽ വന്ന താരങ്ങളുടെ പ്രതിഫല കണക്ക്, പ്രൊഡ്യൂസർമാർ കൊടുത്ത പ്രതിഫല കണക്ക് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാണ്. 90 കാലഘട്ടത്തിൽ ഇന്ദ്രൻസ് 1 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നതെങ്കിൽ സിൽക്ക് സ്മിത ഒരു ഡാൻസിന് 1 ലക്ഷം രൂപ പ്രതിഫലമായി അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ചിപ്പി 1 ലക്ഷം രൂപ, ജഗദീഷ് 1 ലക്ഷം രൂപ, കവിയൂർ പൊന്നമ്മ 1 ലക്ഷം രൂപ, നരേന്ദ്രപ്രസാദ് 1.25 ലക്ഷം രൂപ, രാജൻ പി ദേവ് 1.5 ലക്ഷം രൂപ, ഉർവശി 1.5 ലക്ഷം രൂപ, തിലകൻ 1.5 ലക്ഷം രൂപ, പ്രിയാരാമൻ 2 ലക്ഷം രൂപ, ജഗദീഷ് ശ്രീകുമാർ 2 ലക്ഷം രൂപ, ശോഭന 2.5 ലക്ഷം രൂപ, ഖുഷ്ബു 5 ലക്ഷം രൂപ, ജയറാം 5-8 7 ലക്ഷം രൂപ, ബാബു ആന്റണി 10-8 12 ലക്ഷം രൂപ, സുരേഷ് ഗോപി 12 ലക്ഷം രൂപ, മമ്മൂട്ടി 15 ലക്ഷം രൂപ, മോഹൻലാൽ 15-8 20 ലക്ഷം രൂപ. ഇങ്ങനെയാണ് 90 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം. അതുപോലെ തന്നെ 2000-ന്റെ തുടക്കത്തിൽ ഇതുപോലൊരു കണക്ക് വെള്ളി നക്ഷത്രം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ കണക്ക് ഇങ്ങനെയായിരുന്നു: ജയറാം 15 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നും, സുരേഷ് ഗോപി 20-8 25 ലക്ഷം രൂപയ്ക്കകത്താണ് എന്നും, മമ്മൂട്ടിക്ക് 30 ലക്ഷവും മോഹൻലാലിന് 50 ലക്ഷവുമാണ് പ്രതിഫലമായി കിട്ടുന്നത് എന്നാണ് വെള്ളി നക്ഷത്രം 2000-ൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ താരങ്ങളുടെ പ്രതിഫലം, അതായത് ഇപ്പോൾ 2026, ഇപ്പോൾ ഈ താരങ്ങൾ എത്രത്തോളം പ്രതിഫലം വാങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയറാമിൻ്റെ സ്റ്റാർഡം ഒരുപാട് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയറാമിന് വലിയ രീതിയിലുള്ള പ്രതിഫലം ഇല്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ആസിഫ് അലിക്ക് ഒരു മലയാള സിനിമയിൽ നിന്നും 1.5 കോടി മുതൽ 3 കോടി വരെയാണ് പ്രതിഫലമായി ലഭിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ചാക്കോ, ടോവിനോ ഇവർ രണ്ടുപേർക്കും 3-6 കോടിക്കകത്താണ് പ്രതിഫലം. അതുപോലെ സുരേഷ് ഗോപി, ദിലീപ് ഇവര് 3-8 കോടിക്കകത്ത് പ്രതിഫലമായി വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഇവര് 5 കോടി മുതൽ 12 കോടി വരെ പ്രതിഫലമായി ഒരു മലയാള സിനിമയിൽ നിന്നും വാങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അടുത്തത് മമ്മൂട്ടിയാണ്. 5 കോടി മുതൽ 15 കോടി വരെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മമ്മൂട്ടി വമ്പൻ സിനിമകളുടെ ഭാഗമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം വലിയ രീതിയിൽ മുന്നോട്ട് വരാത്തത്. ഇപ്പോൾ പാട്രിയോട്ട് എന്ന സിനിമയിൽ, അതായത് ഒരു വലിയ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു. 100 കോടിയിൽ കൂടുതൽ ചെലവുള്ള സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ പോലും മമ്മൂട്ടി 15 കോടിക്ക് താഴെയാണ് പ്രതിഫലമായി വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തിൽ പ്രതിഫലത്തിൽ ഏറ്റവും മുന്നിൽ മോഹൻലാൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. മോഹൻലാൽ ഒരു സിനിമയ്ക്ക് 18 കോടി മുതൽ 30 കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിന് ഇത്രയും വലിയ പ്രതിഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഓവർസീസിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. അതുപോലെ തന്നെ OTT സാറ്റലൈറ്റ് റേറ്റ് വലിയ തുകയ്ക്ക് വിറ്റുപോകുന്നു എന്നുള്ളതും, സിനിമ മികച്ചതായി കഴിഞ്ഞാൽ ആ സിനിമ വമ്പൻ കളക്ഷനിലേക്ക് തിയേറ്ററുകളിൽ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ടുമാണ് മോഹൻലാലിന് ഇത്രയും പ്രതിഫലം കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറാവുന്നത്. അതായത് മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അതിൻ്റെ മാർക്കറ്റ് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് മോഹൻലാലിന് വമ്പൻ പ്രതിഫലം കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറാവുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മലയാള സിനിമയിലും വമ്പൻ പ്രതിഫലം താരങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.